എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ഏത് ഫോണിലാണ് എൻ്റെ വീഡിയോസൊക്കെ എടുക്കാറ്? അപ്പോൾ അതിനുള്ളൊരു ആൻസറായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ രണ്ട് ഡിവൈസാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാറ്. അതിൽ ഒന്നാമത്തേത് എൻ്റെ ഈ ഫോണാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കം മുതലേ വീഡിയോസൊക്കെ എടുക്കുന്ന എൻ്റെ ഒരു ഫോണിലാണ്. എൻ്റെ ഫോണ് iPhone 11 ആണ്. iPhone 11 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 വർഷത്തോളമായി നമ്മൾ മാർക്കറ്റിലുള്ളൊരു ഫോണാണ്. ഇന്നും നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന 4K വീഡിയോസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. അത്യാവശ്യം റീസണബിളായ പ്രൈസിൽ ഇപ്പോഴും നിങ്ങൾക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. തുടക്കക്കാരെന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് iPhone 11. ഇതിൽ 4G ആണ്. ഇപ്പോൾ എല്ലാം 5G നെറ്റ്വർക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് നമുക്കൊരു ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം. വേറെ നമുക്ക് ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് 5 വർഷമായി റെഗുലറായി യൂസ് ചെയ്യുന്ന ഒരു ഫോണായതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി പറയാം, അതിന് ശേഷം ഇറങ്ങിയ 1-2 iPhone സീരീസിനെക്കാട്ടിലും ക്യാമറ ക്വാളിറ്റി ഇതിൽ ബെസ്റ്റാണ്. പിന്നെ ഇപ്പോൾ റീസെൻറ്റ് വന്ന ആപ്പിളിൻ്റെ അപ്ഡേറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ലൊരു ഫോണാണ്. നിങ്ങൾക്ക് 4Kയിൽ നല്ല അടിപൊളി വീഡിയോസ് എടുക്കാം. നല്ല അത്യാവശ്യം ഫോട്ടോസ് എടുക്കുന്നവർക്കും ഈ ഒരു ഫോണ് പ്രിഫറബിളായിട്ട് ഞാൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അതൊന്ന് നമ്മുടെ ഫോണ്. അപ്പോൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി ഐഫോൺ തന്നെ വേണമെന്നില്ല. ഒരുപാട് റെഡ്മി, അങ്ങനെയുള്ള വിവോ, പിന്നെ അതുപോലെ തന്നെ സാംസങ്, ഇതിൻ്റെയൊക്കെ ഒരുപാട് ബഡ്ജറ്റ് കാറ്റഗറി ഫോൺസ് ഉണ്ട്. നിങ്ങളൊക്കെ ഇതിൽ ആദ്യം വീഡിയോസ് ചെയ്ത് വരികയാണ് ഏറ്റവും നല്ലത്. ഫോണിൽ തുടങ്ങി നമ്മൾ പഠിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ജോലിയുടെ കൂടെ യൂട്യൂബ് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, വീക്ക്ലി വൺസ് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാറ്. അതും നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരമാവധി ഞാൻ മാനേജ് ചെയ്ത് വീഡിയോസ് എടുത്ത് പോകാവുന്ന ഒരാളാണ്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതൊന്നാമത്തെ കാര്യം. നമ്മുടെ ഒന്നാമത്തെ ഡിവൈസ് കഴിഞ്ഞു. രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഇത്. GoPro ആണ്. GoPro Hero 11. ഇപ്പം ഞാൻ ഏകദേശം ഇത് എടുത്തിട്ട് 1 വർഷത്തോളം ആകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ഡിവൈസാണ്. നമുക്ക് 1080p റെസൊല്യൂഷനിൽ എടുക്കാൻ ഇത് ബെസ്റ്റാണ്. എൻ്റെ ഒരു യൂസേജ് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. 4Kയും എടുക്കാം. പക്ഷേ എനിക്ക് ഈ ഫോണിലത്തെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും ഞാൻ ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ടും പിന്നെ അത്യാവശ്യം നമ്മൾ മല കയറലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ, ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന പരിപാടി ഉള്ളതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ പക്കയാണ് GoPro. നിങ്ങൾക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാം, എങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫോണാണ് GoPro. ക്യാമറ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്യാമറയാണ് GoPro. പക്ഷേ ഇതിൻ്റെ എന്താണ് ഒരു പ്രശ്നം എന്ന് വന്നു കഴിഞ്ഞാൽ, ഇത് ബാക്കപ്പ് 120 മിനിറ്റ്സ് ആണ് കമ്പനി പറയുന്നത്. നമുക്ക് മാക്സിമം ഒരു 1 ഹവറിൻ്റെ അടുത്ത്, 1 ഹവറിൻ്റെ, ഞാൻ 4Kയിലാണ് എടുക്കാറ്. എനിക്കൊരു 1 ഹവറേ കിട്ടാറുള്ളൂ. അതിന് കൂടുതൽ കിട്ടുന്നവരുണ്ടായിരിക്കും. അത് നമ്മൾ റെസൊല്യൂഷനൊക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബാക്കപ്പ് കിട്ടും. 120 മിനിറ്റ്സ് ആണ് കമ്പനി പറയുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ കിട്ടും. അങ്ങനെയാണ് GoProൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം. പിന്നെ ഇതിൻ്റെ ബാറ്ററി അത്യാവശ്യം ഇതിൻ്റെ എൻഡ്യൂറോ പറഞ്ഞ ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. ഇതിൽ കമ്പനി വരുന്നത് ഈ തരുന്നൊരു എൻഡ്യൂറോ ബാറ്ററിയാണ്. ഇത് മേടിക്കുകയാണ് ഏറ്റവും ഉചിതം. ഇത് ബാക്കപ്പ് കുറച്ച് ഇതേപോലെ തന്നെയാണ്, ഞാൻ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ എൻഡ്യൂറോ ബാറ്ററി അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അത് കഴിഞ്ഞാൽ ഈ ടെസ്ലിൻ്റെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ടെസ്ലിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് GoPro ബാറ്ററിയെക്കാളും കുറച്ചുകൂടി ലൈഫ് കിട്ടും. എന്നിരുന്നാലും ഇത് അത്ര, ചൈനയുടെ ഒരു പ്രൊഡക്റ്റാണ്. 1750 mAh ആണ് ഇതിന് നമ്മൾ പറയുന്നത്, അവർ ബാക്കപ്പ് പറയുന്നത്. പക്ഷേ ഇത് ചില സമയത്ത്, ഇതിപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങി, ഒരെണ്ണം ഇടുമ്പോൾ ഇതിൽ പറയുന്നു യൂസ് ഒറിജിനൽ ബാറ്ററി എന്നൊക്കെയാണ് GoPro പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ബാറ്ററി യൂസ് ചെയ്യുന്നില്ല. 2 ബാറ്ററിയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ബാറ്ററി മേടിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പരമാവധി ഞാനിനിപ്പോൾ GoProൻ്റെ ബാറ്ററി മേടിക്കണം എന്നുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. അതുവരെ ഇങ്ങനെ പോട്ടെ.
അപ്പോൾ ഗോപ്രോ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ മോട്ടോ വ്ളോഗിങ് പിന്നെ അതുപോലെ തന്നെ ഹൈക്കിങ് അങ്ങനെയുള്ള ഡൈവിങ് വാട്ടർ സ്പോർട്സ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. വെള്ളത്തിലിട്ട് സ്വിമ്മിംഗ് പൂളിലോ എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ, പുഴയിലോ കടലിലോ ഫിഷിങ്ങിനൊക്കെ പോകുന്നവർക്ക് പറ്റിയൊരു സാധനമാണ് ഗോപ്രോ. നല്ല അത്യാവശ്യം അണ്ടർ വാട്ടറിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ ഗോപ്രോ 11. ഇപ്പോൾ ഗോപ്രോ 11 കഴിഞ്ഞതിന് ശേഷം 12 ആണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇനി 13 ഇറങ്ങാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഇതിലത്തെ ഒരു ആപ്പ് ഉണ്ട് ഗോപ്രോ ക്വിക്ക് എന്ന് പറഞ്ഞിട്ട്, അത് വെച്ച് നമുക്ക് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫോണിൽ എഡിറ്റ് ചെയ്യാം. അല്ല ലാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലും ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഗോപ്രോൻ്റെ നമ്മൾ റിവ്യൂ പറഞ്ഞു, ഐഫോണിൻ്റെ റിവ്യൂ പറഞ്ഞു. ഇത് രണ്ടുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോഴും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് എൻ്റെ ഫോൺ തന്നെയാണ്. ഐഫോണിൽ എടുക്കാൻ തന്നെയാണ് ഞാനിപ്പോഴും കംഫർട്ടബിൾ. കാരണം ഇത് രണ്ടും ഞാൻ 1 വർഷത്തോളമായി യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് ഡിവൈസ് വെച്ച് വീഡിയോ എടുക്കണം, ഫോട്ടോസ് എടുക്കണം എന്നുള്ളതൊക്കെ. എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത്യാവശ്യം റീസണബിളായ പ്രൈസിലുള്ള 2 ഡിവൈസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പെർഫോമൻസ് ചെയ്യുന്ന 2 ഡിവൈസ്. അതിൻ്റെ പരമാവധി നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ എഫേർട്സൊക്കെ എടുത്ത് നല്ല വീഡിയോസ് നമ്മൾ എടുക്കുക, നമ്മുടെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ താഴെയുള്ള ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നല്ലൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി. ബൈ ബൈ.